ലോകത്തിലെ ഏറ്റവും വലിയ കാത്തലിക് ന്യൂസ് ഏജൻസി എന്ന പദവിയിലേക്ക് EWTN 1981 EWTN ചാനലിന്റെ ഔദ്യോഗിക പ്രക്ഷേപണത്തിനു ശേഷം 2026 44ാമത്തെ വയസ്സ് തികയുമ്പോൾ 160 രാജ്യങ്ങളിലായി 11 TV ചാനലുകളിലൂടെ 435 മില്യൺ കുടുംബങ്ങളിൽ EWTN ചാനലിന് പ്രേക്ഷകരുണ്ട്. ആഗോള കത്തോലിക്ക വാർത്താ പോർട്ടലായ കാത്തലിക് ന്യൂസ് ഏജൻസിയും അസോസിയേഷൻ ഓഫ് കാത്തലിക് ഇൻഫർമേഷനും EWTN ന്യൂസ് പോർട്ടൽ ഒരുമിച്ചതോടെയാണ് കത്തോലിക്ക മാധ്യമ രംഗത്ത് വിപ്ലവം വരുത്തിയ EWTN ഏറ്റവും വലിയ കത്തോലിക്ക ന്യൂസ് പോർട്ടൽ എന്ന പദവിയിലേക്ക് ഉയർന്നത്. അതുകൊണ്ട് തന്നെ EWTNnews.com എന്ന പേരിലുള്ള പുതിയ പോർട്ടലിലേക്ക് കാത്തലിക് ന്യൂസ് ഏജൻസിയുടെയും അസോസിയേഷൻ ഓഫ് കാത്തലിക് ഇൻഫർമേഷന്റെയും വാർത്തകൾ ഒരുമിക്കുകയാണ്. 2026 ജനുവരി 24 ജേർണലിസ്റ്റുകളുടെ മധ്യസ്ഥനായ ഫ്രാൻസിസ് ദേ സെയിൽസിന്റെ തിരുനാളിനോടുകൂടി സംയോജന പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുമെന്ന് അധികൃതർ അറിയിച്ചു. 1981 മദർ മേരി ആഞ്ചലിക്കയാണ് EWTN ചാനൽ ആരംഭിക്കുന്നത്. US അലബാമയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ദി ഏഞ്ചൽസ് മൊണാസ്ട്രിയുടെ ഗ്യാരേജിൽ നിന്നുമാണ് ഓഗസ്റ്റ് 15 EWTN പ്രക്ഷേപണം ആരംഭിച്ചത്. പിന്നീട് അത് സാറ്റലൈറ്റ് ചാനലായി വളർന്ന് ഇന്ന് 160 രാജ്യങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. അതേസമയം കാത്തലിക് ന്യൂസ് ഏജൻസി ആരംഭിക്കുന്നത് 2004 US ഡെൻവറിൽ വെച്ചാണ്. വിവിധ ഭാഷകളിൽ ആഗോള കത്തോലിക്ക ക്രൈസ്തവ വാർത്തകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന മാധ്യമമായി ഈ ഏജൻസി വളർന്നു. അസോസിയേഷൻ ഓഫ് കത്തോലിക് ഇൻഫർമേഷനും ആരംഭിക്കുന്നതും ഒരേ കാലയളവിലാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കത്തോലിക്ക വാർത്തകൾക്കായിരുന്നു ACA ന്യൂസ് ഏജൻസി പ്രാധാന്യം കൊടുത്തിരുന്നത്. 2014 കത്തോലിക്ക ന്യൂസ് ഏജൻസിയും 2026 അസോസിയേഷൻ ഓഫ് കാത്തലിക് ഇൻഫർമേഷനും EWTN ലയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.